ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പാർലമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോ കൂടി പാർലമെൻറ്റ് ഉണ്ടാവും. ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് പാർലമെൻറ്റിൻ്റെ ടോപ്പിക്ക് കഴിയുന്നതാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും വീഡിയോസ് ഓർഡറിൽ തന്നെ കാണണം. ഞാൻ തമ്പനെയിലിൽ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. തുടക്കം തൊട്ട് ഓർഡറിൽ തന്നെ വീഡിയോസ് കണ്ടുവരിക. അതുപോലെ ഞാൻ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. ഗൈഡ് വാങ്ങേണ്ട സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കി ഗൈഡ് വാങ്ങാം. അപ്പോൾ ഗൈഡിലെ പോലെ തന്നെയാണ് ഞാൻ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ ഗൈഡ് വാങ്ങിയ സ്റ്റുഡൻസ് ഗൈഡ് വെച്ച് പഠിക്കുക. ക്ലാസ് കാണുമ്പോൾ ഒപ്പം നിങ്ങളുടെ കയ്യിൽ ഗൈഡ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് സെഷൻസ് ഓഫ് ദ പാർലമെൻ്റ് ആണ്. സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റിൽ 3 സെഷൻസ് ആണ്, 3 സെഷൻസ് ആണുള്ളത്. ബഡ്ജറ്റ് സെഷൻ ഉണ്ട്, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ. അങ്ങനെ 3 സെഷനാണുള്ളത്. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ. അതിൽ ബഡ്ജറ്റ്, മൺസൂൺ, വിൻ്റർ. ഞാനതിൽ BMW എന്നാണ് ഓർത്ത് വെക്കുക. BMW. B എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെഷൻ, M എന്ന് പറഞ്ഞാൽ മൺസൂൺ സെഷനായി, W എന്ന് പറയുമ്പോൾ വിൻ്റർ സെഷൻ. അതിൽ ബഡ്ജറ്റ് സെഷൻ വരുന്നത് ഫെബ്രുവരി ടു മെയ്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഈ ഒരു മാസങ്ങളാണ് ബഡ്ജറ്റ് സെഷൻ വരുന്നത്. ബഡ്ജറ്റും കാര്യങ്ങൾ അവതരിപ്പിക്കലും അത് ഡിസ്കഷനും കാര്യങ്ങളും ബഡ്ജറ്റ്. അതേപോലെ മൺസൂൺ സെഷൻ വരുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. പിന്നെ അതിന് ശേഷം വിൻ്റർ സെഷൻ വരുന്നത്, വിൻ്റർ തണുപ്പ് കാലമാണ്, നവംബർ ടു ഡിസംബർ ആണ് വിൻ്റർ സെഷൻ വരുന്നത്. അങ്ങനെ 3 സെഷൻസ് ആണുള്ളത്. അതിൽ നമ്മൾ മാസങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെഷൻ ഏതാണ്? ബഡ്ജറ്റ് സെഷനാണ്. ഇസ് ദ ലോങ്ങസ്റ്റ് സെഷൻ ഓഫ് ദ പാർലമെൻറ്റ്, ബഡ്ജറ്റ് സെഷൻ. അതേപോലെ ഗൈഡിൽ ഞാൻ 2 ടോപ്പിക് എഴുതിയിട്ടുണ്ട്. അതായത് മാക്സിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ 2 സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് കനോട്ട് ബി മോർ ദാൻ 6 months. 2 സെഷൻസ്, ഇപ്പോൾ ബഡ്ജറ്റും മൺസൂണും, അല്ലെങ്കിൽ മൺസൂൺ സെഷൻ ഉണ്ടായില്ല, ബഡ്ജറ്റും വിൻ്ററും. ഇങ്ങനെ 2 സെഷൻസിൻ്റെ ഇടയിൽ 6 months കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. 6 months, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ദ പാർലമെൻറ്റ് ഷുഡ് മീറ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. എന്തായാലും പാർലമെൻറ്റ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എന്തായാലും മീറ്റ് ചെയ്യണം. പാർലമെൻറ്റ് ഷുഡ് മീറ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. അതും 6 months അത് ഓർത്ത് വെക്കണം. പിന്നെ അതേപോലെ 3 സെഷൻസ് ആണുള്ളത്. BMW, ബഡ്ജറ്റ്, മൺസൂൺ, വിൻ്റർ. അത് ഓർത്ത് വെക്കുക. ഏതൊക്കെ മാസങ്ങളാണ് വരുന്നതെന്നുള്ളത് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്നത് സിറ്റിംഗ് ഓഫ് എ പാർലമെൻറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ബൈ അഡ്ജോൺമെൻറ്റ്. അതായത് പാർലമെൻറ്റിലെ സിറ്റിംഗ് നമുക്ക് നിർത്താൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിലാണ്? അഡ്ജോൺമെൻ്റ് ഉണ്ട്, അഡ്ജോൺമെൻറ്റ് സിനഡേ ഉണ്ട്, പ്രൊറോഗേഷൻ ഓർ ഡിസൊല്യൂഷൻ. ഇങ്ങനെ 4 രീതിയിൽ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു സെഷൻ ഒരു സിറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോന്നും അഡ്ജോൺമെൻറ്റ് എന്താണ്, അഡ്ജോൺമെൻറ്റ് സിനഡേ എന്താണ്, പ്രൊറോഗേഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതാണ് നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അഡ്ജോൺമെൻ്റ് ആണ്. An adjournment suspends the working in a sitting for a specific, അതായത് adjournment suspends the work in a sitting for a specified time. അത് which may be hours ആവാം, ഡേയ്സ് ആവാം, വീക്ക് ആവാം. അഡ്ജോൺമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു സിറ്റിംഗ് എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫൈഡ് ടൈം, ആ സ്പെസിഫൈഡ് ടൈമിൻ്റെ അടിയിൽ വരയ്ക്കുക. സ്പെസിഫൈഡ് ടൈമിലേക്ക് എന്ത് ചെയ്യാണ്, സസ്പെൻഡ് ചെയ്യാണ്. അതിനെയാണ് അഡ്ജോൺമെൻ്റ് എന്ന് പറയുന്നത്. ഈ അഡ്ജോൺമെൻറ്റിൻ്റെ അധികാരം ഇരിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ ഹൗസ് ആണ്. അതായത് ലോകസഭയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകസഭയാണെങ്കിൽ സ്പീക്കറും രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ. ഇവരാണ് പ്രിസൈഡിങ് ഓഫീസർ. ആ കസേരയിൽ ഏറ്റവും ടോപ്പ് അവിടെ ഇരിക്കുന്ന ആൾ. അവരാണ് ഈ അഡ്ജോൺമെൻറ്റ് ചെയ്യുക. അഡ്ജോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ടൈം, ആ സ്പെസിഫൈഡ് ടൈം അടിയിൽ മാർക്ക് ചെയ്ത് വെക്കുക, അടിയിൽ വരച്ച് വെക്കുക. ആ സ്പെസിഫൈഡ് ടൈമിലേക്ക് സസ്പെൻഡ് ചെയ്യുക. അതിനെയാണ് അഡ്ജോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡ്ജോൺമെൻറ്റ് സിനഡേ ആണ്. അത് പറയുന്നത് അഡ്ജോൺമെൻറ്റ് സിനഡേ മീൻസ് ടെർമിനേറ്റിംഗ് എ സിറ്റിംഗ് ഓഫ് എ പാർലമെൻറ്റ് ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ്. അഡ്ജോൺമെൻറ്റ് സ്പെസിഫൈഡ് ടൈം ആണെങ്കിൽ ഇതേതാ, ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്. അടുത്തത് എപ്പോഴാണ് മീറ്റ് ചെയ്യാന്നൊന്നും പറയുന്നില്ല. മറ്റെവിടെ എന്താണ്, ഒരു സ്പെസിഫൈഡ് ടൈം, ഇത്ര മണിക്കൂറുകൾക്കകം, അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്കകം, അല്ലെങ്കിൽ ഇത്ര ആഴ്ചകൾക്കകം മീറ്റ് ചെയ്യുമെന്ന് പറയും. പക്ഷേ അഡ്ജോൺമെൻറ്റ് സിനഡേ എന്ന് പറയുമ്പോൾ എന്താണ്, പാർലമെൻറ്റ് ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ്, എത്ര ടൈമിലാണ് വീണ്ടും തിരിച്ചു കൂടാന്നൊന്നും പറയുന്നില്ല അഡ്ജോൺമെൻറ്റ് സിനഡേ. അതും അതെ, ഇൻ ദിസ് കേസ് ദ കേസ് ഈസ് അഡ്ജോൺ വിത്തൗട്ട് നെയിമിങ് എ ഡേ ഫോർ റീ അസംബ്ലി. വീണ്ടും എപ്പോഴാണ് ഒന്നിച്ചു കൂടേണ്ടത് എന്നുള്ള ഡേറ്റ് പറയുന്നില്ല ഈ അഡ്ജോൺമെൻറ്റ് സിനഡേയിൽ. അതുപോലെ തന്നെ ദ പവർ ഓഫ് അഡ്ജോൺമെൻറ്റ് സിനഡേ ലൈസ് വിത്ത് പ്രിസൈഡിങ് ഓഫീസർ. അഡ്ജോൺമെൻറ്റ് സിനഡേയും അധികാരം, അത് ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്, പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ ഹൗസിനാണ്. ഇനി അടുത്ത ടോപ്പിക് കൊടുത്തിരിക്കുന്നത് പ്രൊറോഗേഷൻ ആണ്. പ്രൊറോഗേഷൻ നോട്ട് ഓൺലി ടെർമിനേറ്റ്സ് ദ സിറ്റിംഗ് ബട്ട് ഓൾസോ എ സെഷൻ ഓഫ് ദ ഹൗസ്. Prorogation not only terminates the sitting but also a session of the House. Prorogation എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർലമെൻറ്റ് ഒരു സിറ്റിംഗ് ഒരു സ്പെസിഫൈഡ് ടൈം, ഇത്ര മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ഇത്ര ആഴ്ചകൾക്കകം മീറ്റ് ചെയ്യുമെന്ന് പറയും. പക്ഷേ അഡ്ജോൺമെൻറ്റ് സിനഡേ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്പെസിഫൈഡ് ടൈം, ആ സ്പെസിഫൈഡ് ടൈമിലേക്ക് സസ്പെൻഡ് ചെയ്യുക. അതിനെയാണ്
പ്രൊറോഗേഷൻ ഒരു സിറ്റിംഗ് അത് അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ബട്ട് ഓൾസോ എ സെഷൻ ഓഫ് ദ ഹൗസ്. അതാണ് പ്രൊറോഗേഷൻ്റെ വ്യത്യാസം. അതായത് നമ്മൾ പറഞ്ഞു 3 സെഷൻസ് ആണ്: ബഡ്ജറ്റ്, മൺസൂൺ, വിൻ്റർ, BMW. അതിൽ പ്രൊറോഗേഷൻ വഴി ആ ഒരു ബഡ്ജറ്റ് സെഷൻ ആണെങ്കിൽ ബഡ്ജറ്റ് സെഷനിൽ ഒരു മീറ്റിംഗ് കൂടുന്നു, അതിനുശേഷം ബഡ്ജറ്റ് സെഷനിൽ അടുത്ത മീറ്റിംഗ് വീണ്ടും തുടങ്ങുന്നു. അങ്ങനെയല്ല, പ്രൊറോഗേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് സെഷൻ തന്നെ അവസാനിക്കുകയാണ്. അതാണ് പ്രൊറോഗേഷൻ. നോട്ട് ഓൺലി ടെർമിനേറ്റ് സിറ്റിംഗ് ബട്ട് ഓൾസോ എ സെഷൻ ഓഫ് ദ ഹൗസ്. ആ ഒരു ബഡ്ജറ്റ് സെഷൻ അല്ലെങ്കിൽ മൺസൂൺ സെഷൻ അല്ലെങ്കിൽ വിൻ്റർ സെഷൻ, ആ സെഷൻ തന്നെ അവസാനിപ്പിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് ടെർമിനേറ്റ് ചെയ്യാണ്. അതിനെയാണ് പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് പ്രിസൈഡിങ് ഓഫീസർ അല്ല, ഇറ്റ് ഈസ് ഡൺ ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് നോട്ട് ചെയ്യണം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. പ്രൊറോഗേഷൻ ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അഡ്ജോൺമെൻറ്റ് സിനഡയും ചെയ്യുന്നത് അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ആയിരുന്നു. ഇനി അടുത്തത് ഡിസൊല്യൂഷനാണ്. അതിൽ ഗൈഡിൽ നോക്കുക, ഡിസൊല്യൂഷൻ എൻഡ്സ് ദ വെരി ലൈഫ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹൗസ്. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആണ് ഭരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ഗവൺമെൻറ് ആണ് ഭരിക്കുന്നതിൽ അതടക്കം അവസാനിപ്പിക്കുകയാണ്. ഡിസൊല്യൂഷൻ എൻഡ്സ് ദ വെരി ലൈഫ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹൗസ്. ആ ഒരു ഹൗസിൻ്റെ ലൈഫ് തന്നെ അത് തന്നെ തീരുകയാണ്. അതിനാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. രാജ്യസഭ രാജ്യസഭയ്ക്ക് പക്ഷേ എന്തില്ല, ഡിസൊല്യൂഷൻ ഇല്ല. ലോകസഭ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസൊല്യൂഷൻ ലോകസഭയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ലോകസഭ ആ ഒരു പാനൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും ബാക്കി മിനിസ്റ്റേഴ്സും എല്ലാം അവസാനിപ്പിച്ചിട്ട് പുതിയ അടുത്തൊരു ഗവൺമെൻറ് കയറാനായിരിക്കാം. അങ്ങനെ ആ ഒരു ലൈഫ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹൗസ്, ആ ഹൗസിൻ്റെ ലോകസഭയുടെ അത് തന്നെ നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് കൊടുത്തിരിക്കുന്നത് കോറമാണ്. കോറം ഈസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ബി പ്രസൻറ്റ് ഇൻ ദ ഹൗസ് ബിഫോർ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ടു എനി ബിസിനസ്. കോറം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ലോകസഭ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യസഭ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത് ഇത്ര മെമ്പേഴ്സ് ഉണ്ടാവും. ഇത്ര മെമ്പേഴ്സിൽ കുറച്ചെങ്കിലും പേര് വന്നാലല്ലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാരെല്ലാവരും ആബ്സെൻ്റ് ആണെങ്കിലോ, കുറേ പേര് ആബ്സെൻ്റ് ആണെങ്കിലും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോറം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മിനിമം നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവിടുത്തെ കാര്യങ്ങൾ പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ നടക്കാൻ പാടുള്ളൂ. അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1/10 ആണ്. 1/10 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് ഇൻക്ലൂഡിങ് ദ പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസർ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തത്തിൽ 1/10. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 പേരാണ് ഉള്ളതെങ്കിൽ മിനിമം 100ൻ്റെ 1/10 എന്ന് പറയുമ്പോൾ 100/10 എത്രയാണ് നമുക്ക് കിട്ടുക, 10 ആണ് കിട്ടുക. 100 പേരാണ് ഒരു ഹൗസിലുള്ളതെങ്കിൽ, 100 പേരല്ല, മുമ്പത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്സഭ രാജ്യസഭയിൽ മാക്സിമം സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 100 പേരാണെങ്കിൽ 10 പേരെങ്കിലും ഉണ്ടാവണം. അതാണ്. 20 പേരുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. 30 പേരാണെങ്കിലും കുഴപ്പമില്ല. ഒരു 8-9 പേരൊക്കെ ആണെങ്കിൽ 100 പേരുള്ള ഒരു ഹൗസിൽ 9-8 പേരോ ഉള്ളെങ്കിൽ അത് നമുക്ക് നടത്താൻ പറ്റില്ല, മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതിനാണ് കോറം എന്ന് പറയുന്നത്. കോറം എന്ന് പറഞ്ഞാൽ ഇത്ര പേര് വേണം. അതാണ് അതിൻ്റെ കണക്ക് എത്രയാണെന്ന് 1/10 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കോറം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ അവർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ദ ഫസ്റ്റ് അവർ ഓഫ് എവരി പാർലമെൻ്ററി സിറ്റിംഗ് ഈസ് സ്ലോട്ടഡ് ഫോർ ദിസ്. അതായത് പാർലമെൻ്ററി സിറ്റിങ്ങിലെ ആദ്യത്തെ ഒരു മണിക്കൂറാണ് ക്വസ്റ്റ്യൻ അവറായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അതിൽ തന്നെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ആർ ഓഫ് 3 kinds. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ 1 സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, 2 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, 3 ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. ഇതിലാദ്യം നമുക്ക് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നക്ഷത്ര ചിഹ്നമാണ്. നക്ഷത്രം, നമ്മുടെ സ്റ്റാർ ചിഹ്നം, അതുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ എൻ ആസ്റ്ററിസ്റ്റിക്. ഒരു സ്റ്റാർ ഉണ്ടാവും. അതേപോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്റ്റാർ മാർക്കുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം, റിക്വയർസ് ആൻ ഓറൽ ആൻസർ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യന് നമ്മുടെ ഓറൽ ആൻസർ സംസാരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിന് അവിടെ നിന്ന് തന്നെ മറുപടി കൊടുക്കണം. അപ്പോൾ എന്താ സംഭവം, നമ്മൾ മറുപടി അങ്ങനെ കൊടുക്കുമ്പോൾ തിരിച്ച സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ചോദിക്കാം. അതാണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് എ റിട്ടൺ ആൻസർ. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കും, അതിൽ സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, സ്റ്റാർ ഇല്ലെങ്കിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനെന്ത് മതി, റിട്ടൺ ആൻസർ മതി. വാമൊഴിയായിട്ടുള്ള ആൻസർ കൊടുക്കണ്ട, റിട്ടൺ ആൻസർ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ റിട്ടൺ ആയിട്ട് ആൻസർ കൊടുക്കുമ്പോൾ അതിന് തിരിച്ച് ചോദ്യങ്ങളോ തിരിച്ച് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്തത് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ്ക്ഡ് ബൈ ഗിവിംഗ് എ
നോട്ടീസ് ഓഫ് ലെസ് ദാൻ 10 ഡേയ്സ് നോട്ടീസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. അതും ഓറലി തന്നെയാണ്, വാമൊഴിയായിട്ട് തന്നെയാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പം ക്വസ്റ്റിംഗ് അവർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മണിക്കൂർ, പാർലമെൻ്ററി സിറ്റിങ്ങിലെ ഫസ്റ്റ് മണിക്കൂറാണ് ക്വസ്റ്റിംഗ് അവറായിട്ട് വെച്ചിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻസ് 3 ടൈപ്പ് ഉണ്ട്: സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ടോപ്പിക് കൊടുത്തിരിക്കുന്നത് 0 hour ആണ്. 0 hour ഈസ് എൻ ഇന്ത്യൻ ഇന്നോവേഷൻ. നമ്മുടേതായ ഒരു കണ്ടുപിടുത്തമാണ് ഈ 0 hour എന്ന് പറയുന്നത്. 0 hour ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ. പാർലമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് പ്രൊസീജിയറും കാര്യങ്ങളുണ്ടാവും, ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ. ആ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ 0 hour കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് 0 hour സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്വസ്റ്റിംഗ് അവർ ആൻഡ് ലാസ്റ്റ് അൺടിൽ ദ അജണ്ട ഓഫ് ദി ഡേ. ഓരോ പാർലമെൻറ്റ് കൂടുമ്പോഴും ഒരു അജണ്ട വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അജണ്ടയുടെ ഇടയിലും അതേപോലെ ആഫ്റ്റർ ദ ക്വസ്റ്റിംഗ് അവർ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റിംഗ് അവർ എന്ന് പറയുന്നത് ആദ്യത്തെ 1 മണിക്കൂറാണ്. അതിന് ശേഷമുള്ള സമയമാണ്, സമയങ്ങളാണ് 0 hour വരുന്നത്. അത് എവിടം വരെ ലാസ്റ്റ് ചെയ്യും? അൺടിൽ ദ അജണ്ട ഓഫ് ദ ഡേ. യൂഷ്വലി 12 to 1 PM. ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് 12 മണി തൊട്ടിട്ട് 1 മണി വരെയാണ് സാധാരണ എന്ത് വരാറ്? 0 hour വരാറ്. അപ്പം ഇതിൽ ഈ 0 hour അടുത്തൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഫോർമൽ ഡിവൈസ് ആണ്. വിത്തൗട്ട് നോട്ടീസ് ഒന്നും കൊടുക്കാണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ 0 hour. ഇനി അടുത്ത ഹെഡ് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് മോഷൻസ് ഇൻ ഇന്ത്യൻ പാർലമെന്റ് ആണ്. എ മോഷൻ ഈസ് എ പ്രൊപ്പോസൽ. മോഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊപ്പോസലാണ് ബൈ എ മെമ്പർ ഓഫ് ദ ഹൗസ് ഫോർ ഇറ്റ്സ് ഒപ്പീനിയൻ. ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭ അതിലൊരു മെമ്പർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊപ്പോസൽ, അതിനെയാണ് ഈ മോഷൻസ് എന്ന് പറയുന്നത്. അതിനെ തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സബ്സ്റ്റാൻറ്റീവ് മോഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ, സബ്സിഡറി മോഷൻ. അങ്ങനെ 3 ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റാൻറ്റീവ് മോഷൻ ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പോസൽ ഡീലിംഗ് വിത്ത് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററിനെ കുറിച്ചുള്ള മോഷനെയാണ് എന്ത് പറയുന്നത്? സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ഉണ്ട്, അപ്പോൾ മനസ്സിലാവും. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സബ്സ്റ്റാൻറ്റീവ് മോഷൻ. ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ എന്ന് പറയുന്നത് മോഷൻ മൂഡ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഒറിജിനൽ മോഷൻ. ഒരു ഒറിജിനൽ പ്രൊപ്പോസലും കാര്യങ്ങളും ഉണ്ടാവും, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട്, അതിന് പകരമായിട്ട് വരുന്നതിന് അതിനെ എന്ത് പറയുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതേപോലെ അടുത്ത സബ്സിഡറി മോഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ മോഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർ റിലേറ്റ്സ് ടു അനദർ മോഷൻ ഓർ ഫോളോസ് അപ്പോൺ സം പ്രൊസീഡിങ് ഇൻ ദ ഹൗസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർ റിലേറ്റ്സ് ടു അനദർ മോഷൻ, വേറൊരു മോഷന് റിലേറ്റ് ചെയ്തിട്ട്. അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. LLB എൻട്രൻസിന് അറിഞ്ഞിരുന്നാൽ മതി സബ്സിഡറി മോഷൻ. പിന്നെ സബ്സിഡറി മോഷൻ ഡിവൈഡഡ് ഇൻറ്റു ആൻസിലറി മോഷൻ, സൂപ്പർസീഡിങ് മോഷൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നോ കോൺഫിഡൻസ് മോഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്, അതായത് ലോകസഭ ഇപ്പം ഒരു ഗവൺമെൻറ് ഭരിക്കാമെന്ന് വിചാരിക്കുക. ആ ഗവൺമെൻറ് ഒറ്റൊരു പാർട്ടിക്ക് കുറേ മെജോറിറ്റി സീറ്റ് കിട്ടിയിട്ടല്ല ഭരിക്കുന്നത്. പല ചെറിയ പാർട്ടികളും ഒന്നിച്ച് കൂടിയിട്ടാണ് ഭരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഭരിക്കുമ്പോൾ ഈ പാർട്ടികൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നു. അപ്പോൾ ഇവർ ഈ ഭരിക്കുന്നത് ശരിയല്ല, ഇവർ പ്രശ്നമാണ്, ഇവരെല്ലാവരും ഒന്നിച്ചല്ല നിൽക്കുന്നത് എന്നൊക്കെ തോന്നുമ്പോൾ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോഷൻ കൊണ്ടുവരാം. നോ കോൺഫിഡൻസ്, നമുക്ക് കോൺഫിഡൻസ് ഇല്ല, ഈ ഒരു ഗവൺമെൻറ്റിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു മോഷൻ കൊണ്ടുവരികയാണ്. അതാണ് നോ കോൺഫിഡൻസ് മോഷൻ. അപ്പോൾ ലോകസഭ ക്യാൻ റിമൂവ് ദി മിനിസ്ട്രി ഫ്രം ഓഫീസ് ബൈ പാസിങ് എ നോ കോൺഫിഡൻസ് മോഷൻ. ലോകസഭയിൽ ഒരു പാർട്ടിയല്ല, കുറേ കോയലിഷൻ ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുക, പല പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ട് ഇങ്ങനെ ഭരിക്കുകയാണ്. അപ്പോൾ അവിടെ അവരെ ആ ലോകസഭേനെ റിമൂവ് ചെയ്യാൻ പറ്റും ഈ നോ കോൺഫിഡൻസ് മോഷൻ വെച്ചിട്ട്. അത് ഒരു പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ദ മോഷൻ നീഡ്സ് ദ സപ്പോർട്ട് ഓഫ് 50 members, 50 മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. നോ കോൺഫിഡൻസ് മോഷൻ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ലോകസഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഒപ്പോസിഷൻ പാർട്ടിയാണ് കൊണ്ടുവരിക, കാരണം ഭരിക്കുന്ന പാർട്ടീനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോ കോൺഫിഡൻസ് മോഷൻ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് എനി ഒരു മിനിസ്റ്റർക്കെതിരെ കൊണ്ടുവരാൻ പറ്റില്ല. മൊത്തം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മൊത്തം ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ നോ കോൺഫിഡൻസ് മോഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോരോ പോയിന്റ് ഞാൻ ഗൈഡിൽ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പോയിന്റും കാണാതെ തന്നെ പഠിക്കാൻ തന്നെ വേണം. ഇനി അടുത്ത പോയിന്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ആണ്. ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108 8 എന്ന് ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഹൗസും കൂടി ഒരുമിച്ചിരിക്കുന്നു. 108 ആണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് പറയുന്നത്. അത് സെപ്പറേറ്റ് സെർട്ടൺ കേസസിലാണ് ജോയിന്റ് സിറ്റിംഗ് വരിക.
Joint sitting is an extraordinary machinery provided by the constitution to resolve deadlock between the two houses of the passage of ഒരു ബില്ല് പാസ്സാവാണ്ട് ഒരു ഡെഡ് ലോക്കിൽ എത്തിയ ഒരു സിറ്റുവേഷനിലാണ് ഈ ജോയിൻറ്റ് സിറ്റിംഗ് വരുന്നത്. ഈ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന ആരാണ്? പ്രസിഡന്റ് ക്യാൻ സമ്മൺ എ ജോയിൻറ്റ് സിറ്റിംഗ്. പ്രസിഡന്റിനാണ് ഈ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം. അതെപ്പോഴാണ് ഞാൻ വ്യക്തമായിട്ട് ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ ബിൽ ഈസ് റിജക്റ്റഡ് ബൈ ദി അതർ ഹൗസ്. നമുക്കറിയാം നിയമം പാസ്സാക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു ബില്ലാണ് കൊണ്ടുവരിക, ബില്ല് പാസ്സായി ഒരു ഹൗസിൽ കൊണ്ടുവരുന്നു. ലോകസഭയിൽ ബില്ല് കൊണ്ടുവന്നാൽ ലോകസഭയിൽ പാസ്സായി രാജ്യസഭയിലെത്തും, രാജ്യസഭയിലും പാസ്സാവണം. രാജ്യസഭയിൽ പാസ്സായിട്ട് പ്രസിഡന്റ് സൈൻ ചെയ്താലാണ് ആ ബില്ല് എന്തായി മാറുക? ആക്റ്റായി മാറുക, നിയമമായി മാറുക. അപ്പോൾ ഇഫ് ദ ബിൽ ഈസ് റിജക്റ്റഡ് ബൈ ദി അതർ ഹൗസ്. ഇപ്പോൾ ഒരു ബില്ല് ലോകസഭയിൽ കൊണ്ടുവന്നു, ലോകസഭയിൽ പാസ്സായി രാജ്യസഭയിലേക്ക് എത്തി, രാജ്യസഭയിൽ പാസ്സാവുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ജോയിൻറ്റ് സിറ്റിംഗ് രണ്ടുപേരെയും വിളിച്ച് ഒരുമിച്ചിരുത്താം. ഇനി അടുത്തത്, ഇഫ് ദ ഹൗസ് ഹാസ് ഫൈനലി ഡിസഗ്രി ടു അമെൻമെൻറ്റ്സ്. എന്തെങ്കിലും ഒരു നിയമം ഉണ്ടായിരുന്നു, ആ നിയമത്തിൽ അമെൻമെൻറ്റ്സ് മാറ്റങ്ങൾ കൊണ്ടുവന്നു, ആ മാറ്റങ്ങൾ അടുത്ത മറ്റേ ഹൗസ് എന്ത് ചെയ്യുന്നില്ല? സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇഫ് മോർ ദാൻ 6 months ഹാവ് എലാപ്സ്ഡ്. ലോകസഭയിൽ നിന്ന് ഒരു ബില്ല് പാസ്സായി എവിടേക്ക് അയച്ചു? രാജ്യസഭയിലേക്ക് അയച്ചു. രാജ്യസഭയിൽ അത് 6 മാസമായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു, അത് പാസ്സായിട്ട് ലോകസഭയിൽ അയച്ചു, ലോകസഭയിൽ 6 മാസമായിട്ടിരിക്കുകയാണ്, ഒരു ആക്ഷനും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റും. ഇനി അടുത്ത പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ് പ്രിസൈഡഡ് ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോകസഭ. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്, ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും ഒരുമിച്ചിരിക്കും. ലോകസഭയിൽ പ്രിസൈഡിങ് ഓഫീസറായിട്ട് മുകളിലിരിക്കുന്നത് നമുക്ക് സ്പീക്കറാണെന്നറിയാം, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ ആണെന്നറിയാം. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തുമ്പോൾ അവിടെ പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. നോട്ട് ചെയ്യണം, അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സ്പീക്കറാണ്. സ്പീക്കർ ഇല്ലെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് പ്രിസൈഡ് ബൈ ദ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ചെയർമാൻ ഓഫ് രാജ്യസഭ ഡസ് നോട്ട് പ്രിസൈഡ്. ചെയർമാൻ ഓഫ് രാജ്യസഭയ്ക്ക് ഒരു റോളും ഇല്ല. പിന്നെ അവിടെ ഒരു നിയമം പാസ്സാവണമെങ്കിൽ എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. അവിടെ ആ ബില്ല് പാസ്സായിട്ട് പ്രസിഡന്റിലേക്ക് പോകാൻ സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ട, ആ സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റി എന്താണെന്നൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ എല്ലാ സ്റ്റുഡൻസും ഓർഡറിൽ തന്നെ കാണാൻ നോക്കണം, അല്ലെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി അടുത്ത ടോപ്പിക്ക് മണി ബില്ലാണ്. മണി ബില്ല് ആർട്ടിക്കിൾ 109 ഒരു കാര്യം പറയുന്നുണ്ട്. 109 ആർട്ടിക്കിളിൽ പറയുന്നത് സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ടു മണി ബില്ലാണ്, ഇൻ റെസ്പെക്ട് ഓഫ് മണി ബില്ല്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, പോയിന്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം പഠിക്കണം. മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓഫ് രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യസഭയിൽ എന്ത് കൊണ്ടുവരാൻ പറ്റില്ല? മണി ബില്ല് കൊണ്ടുവരാൻ പറ്റില്ല. മണി ബിൽ എന്ന് പറഞ്ഞാൽ ടാക്സും കാര്യങ്ങളും അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ബില്ലാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ബില്ലാണ് മണി ബില്ല്. ഇറ്റ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോകസഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേപോലെ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് ഈസ് ഓൾസോ നീഡ്. പ്രസിഡന്റിൻ്റെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. രാജ്യസഭ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു റിജക്റ്റ് ഓർ അമെൻഡ് ദ ബിൽ. ഞാൻ പറഞ്ഞു മണി ബിൽ എവിടെയാണ് കൊണ്ടുവരിക? ലോകസഭയിലാണ് കൊണ്ടുവരിക. അത് പാസ്സായിട്ട് എവിടേക്ക് പോവും? രാജ്യസഭയിലേക്ക് പോവും. രാജ്യസഭ നിർബന്ധമായിട്ട് അതെന്ത് ചെയ്യണം? സൈൻ ചെയ്ത് പാസ്സാക്കണം. അത് പിടിച്ചു വെക്കാനോ അത് പറ്റില്ല എന്ന് പറയാൻ 6 മാസം വരെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. മണി ബില്ല് ലോകസഭയിൽ പാസ്സായി രാജ്യസഭയിലെത്തി അവർ സൈൻ ചെയ്യാൻ വേണം, പിന്നെ പ്രസിഡന്റ് അടുത്തേക്ക് പോകും. അപ്പോൾ അത് 109 ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 110 പറയുന്നത് ഡെഫിനിഷൻ ഓഫ് മണി ബില്ല് പറയുന്നത് ആർട്ടിക്കിൾ 110 110 മണി ബില്ല് തന്നെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു ബില്ല് കൊണ്ടുവരികയാണ്, പൈസ റിലേറ്റ് ചെയ്തും ടാക്സും ഇങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തൊരു ബില്ലാന്ന് വിചാരിക്കുക. ആ ബില്ല് മണി ബില്ലാണോ അല്ലയോ ഉള്ളത് തീരുമാനിക്കാനുള്ള അധികാരം സ്പീക്കർ ഓഫ് ദ ഹൗസിനാണ്. സ്പീക്കർ, അതായത് ഹൗസ് ഓഫ് ലോകസഭയിലെ സ്പീക്കറാണ് അത് തീരുമാനിക്കുക. ഈ ഒരു ബില്ല് മണി ബില്ല് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ആ കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ടോപ്പിക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബഡ്ജറ്റ് അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ആർട്ടിക്കിൾ 112 112 അത് നോട്ട് ചെയ്ത് വെക്കണം. 110 ആണ് ഡെഫിനിഷൻ ഓഫ് മണി ബില്ല്. 112 എന്ത് വരുന്നുണ്ട്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് ഇടയ്ക്കൊന്ന് സ്റ്റുഡൻസ് എല്ലാവരും കാണണം. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾസ് ഞാൻ കുറേ എളുപ്പവഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ അത് കണ്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ വരാം. ആർട്ടിക്കിൾ 112 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബഡ്ജറ്റ് എന്നല്ല പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ വേർഡ് ബഡ്ജറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എന്ന് പറഞ്ഞ ഗൈഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. PC മഹാലാനോബിസ് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ്. അങ്ങനത്തെ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ ഗൈഡിൽ നോക്കി പഠിക്കുക.
പിന്നെ വില്യം ആക്വർത്ത് കമ്മിറ്റി, ആ ഒരു കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഞാൻ ഗൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങളുടെ ഗൈഡിൽ നോക്കിയിട്ട് വായിച്ച് പഠിച്ചാൽ മതി. ഇനി അടുത്ത ടോപ്പിക്ക് പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. വോട്ട് ഓൺ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 116 116 വോട്ട് ഓൺ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ദിസ് ഇനേബിൾസ് ദ ഗവൺമെന്റ് ടു ഫണ്ട് ഇറ്റ്സ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അൺടിൽ ദ ബഡ്ജറ്റ് പാസ്സാകുന്നത് വരെ. ബഡ്ജറ്റ് സെക്ഷൻ നമുക്കറിയാം, പക്ഷെ ബഡ്ജറ്റിൽ നമ്മൾ തുടങ്ങുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനം പാസ്സായി വരണമല്ലോ. അതുവരെയുള്ള എക്സ്പെൻസ്, അതുവരെയുള്ള നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പൈസ വേണമല്ലോ, ബഡ്ജറ്റ് പാസ്സാവുന്നത് വരെ. ആ സമയത്തുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടുക? അതാണ് ഈ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ലോക്സഭ ക്യാൻ ഗ്രാൻഡ് എ ലിമിറ്റഡ് സം ഓഫ് മണി. ലോക്സഭയ്ക്ക് കുറച്ചൊരു പൈസ അതിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ട് ബഡ്ജറ്റ് പാസ്സാവുന്നത് വരെയുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട്. അതിനാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 120 ആണ്. 120 പറയുന്നത് ലാംഗ്വേജ് ടു ബി യൂസ്ഡ് ഇൻ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ നമ്മൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. പാർലമെൻറ്റിൽ നമ്മൾ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം അത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 120 ആർട്ടിക്കിളിൽ പറയുന്നത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ സേസ് ദ ബിസിനസ് ഇൻ ദ പാർലമെന്റ് ഷാൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ഹിന്ദി ഓർ ഇൻ ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, ഇത് ഹിന്ദി ഇംഗ്ലീഷോ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മദർ ടങ്ക്, നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് പറയാം. അവിടെ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 120 ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 121 ആണ്. 121 ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ 1, 2, 3 അങ്ങനെ അതേ ഓർഡറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അല്ലാണ്ട് അതിനെ വേറെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതാണ് 120 കഴിഞ്ഞ് 121 അങ്ങനെ ടോപ്പിക് വൈസാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ 121 പറഞ്ഞിരിക്കുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഡിസ്കഷൻ ഇൻ പാർലമെൻറ്റ്. അതായത് പാർലമെൻറ്റ് ഷാൽ നോട്ട് ഡിസ്കസ് വിത്ത് റെസ്പെക്ട് ടു ദ കണ്ടക്ട് ഓഫ് എനി ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ഇൻ ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്. അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ് കോടതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും ഇതുണ്ടല്ലോ, അവരോരോ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നു ഓരോന്ന്. അതൊന്നും എവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. സുപ്രീം കോർട്ടും ഹൈക്കോർട്ട് ജഡ്ജസും എടുക്കുന്ന ഷാൽ നോട്ട് ഡിസ്കസ് വിത്ത് കണ്ടക്ട് ഓഫ് എനി ജഡ്ജ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജസ് എടുക്കുന്ന കാര്യങ്ങളും അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും അവിടെ ഓരോ വിഷയങ്ങളിൽ എടുക്കുന്ന ഓരോ നിയമത്തിലെടുക്കുന്ന തീരുമാനങ്ങളും ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇതുവരെ സുപ്രീം കോടതിയും ഹൈക്കോടതി ജഡ്ജും അവരുടെ ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്, അവരുടെ ഡ്യൂട്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നുണ്ട് പാർലമെൻറ്റ് ക്യാൻ ഡിസ്കസ് ദ കണ്ടക്ട്, അതായത് റിമൂവൽ ഓഫ് ജഡ്ജ്. ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, ആ ഒരു ടൈമിലാണെങ്കിൽ അതിൻ്റെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജഡ്ജസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 121 പറയുന്നത്. ഇനി അടുത്തത് കോർട്ട് നോട്ട് ടു ഇൻക്വയർ ഇൻ ടു പ്രൊസീഡിങ്സ് ഓഫ് പാർലമെൻറ്റ്. ഇനി അതേപോലെ കോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. കോടതി എന്ത് ചെയ്യാൻ പാടില്ല, പാർലമെൻറ്റിൽ കുറേ പ്രൊസീഡിങ്സ് കാര്യങ്ങളും കുറേ ഡിസ്കഷനും കാര്യങ്ങളും നടക്കും, അതിലൊന്നും കോടതിയും ഇടപെടാൻ പാടില്ല എന്ന് വെച്ച് അവിടെ രാജ്യസഭ ലോക്സഭയിലെ സംഭവങ്ങൾ അടിച്ചു പൊളിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് ഇടപെടാം. പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് ചെയ്യുമ്പോൾ അതിലാരും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കോടതിയും ഇടപെടാൻ പാടില്ല. ഇനി അടുത്തത് ഓർഡിനൻസ് പവർ ഓഫ് ദി പ്രസിഡന്റ് ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഈ ഓർഡിനൻസ് പവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ആർട്ടിക്കിൾ 123 1, 2, 3 ഓർഡടാ എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കാനൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. ആർട്ടിക്കിൾ 123 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ഓവർ ദ പവർ ഓഫ് ദ പ്രസിഡന്റ് ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസസ് ഡ്യൂറിംഗ് റെസസ് ഓഫ് പാർലമെന്റ്. അതായത് പാർലമെന്റ് സെഷൻ ഇല്ലാത്ത സമയം. ഓർഡിനൻസ് ഈസ് എ ലോ. ഓർഡിനൻസ് എന്ന് പറഞ്ഞ ഒരു ലോ തന്നെയാണ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെൻ ദ ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോട്ട് ഇൻ സെഷൻ. പാർലമെൻറ്റ് സെഷൻ ഞാൻ പറഞ്ഞു, ബഡ്ജറ്റ്, മൺസൂൺ, വിൻ്റർ, ഇങ്ങനെ പാർലമെൻറ്റ് കൂടാത്ത സമയം എന്നാൽ പെട്ടെന്ന് ഒരു നിയമം ആവശ്യമാണെന്ന് തോന്നിയാൽ പ്രസിഡന്റ് ഒരു നിയമം പാസ്സാക്കുകയാണ്. അതിനാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓർഡിനൻസ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ പാർലമെന്റ് വിത്തിൻ 6 വീക്സ്. അപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് പ്രസിഡന്റ് ഒരു നിയമം പാസ്സാക്കി, ആ നിയമം പാസ്സാക്കി പിന്നെ പാർലമെന്റ് ഒന്നിച്ച് കൂടിയിട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ പാർലമെന്റ് അത് എന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്യണം. അതേപോലെ an ordinance may also be withdrawn by the president at any time. പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഓർഡിനൻസ് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു 3 സെഷൻ ഉണ്ട്. പാർലമെന്റ് കൂടാത്ത സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിൽ ഒരു നിയമം ഉണ്ടാക്കണം തോന്നുകയാണ്. നിയമം ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം ലോക്സഭയിൽ കൊണ്ടുവരണം, രാജ്യസഭയിൽ കൊണ്ടുവരണം, പാസ്സാവണം, പ്രസിഡന്റ് സൈൻ ചെയ്യണം. പക്ഷെ അത്യാവശ്യം എന്നാൽ ലോക്സഭ രാജ്യസഭ അവിടെ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഓർഡിനൻസ് പവർ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. അത് ആർട്ടിക്കിൾ 123 ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ എടുത്തത്. ഇതോടുകൂടിയിട്ട് പാർലമെൻറ്റ് കഴിയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ ഗൈഡിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓഫ് കേരള എൻട്രൻസ് എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാർലമെൻറ്റിൽ നിന്ന് ചോദിച്ചത് മാത്രം, അതായിട്ട് മാത്രം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണുക, ഈ ബുക്ക് നോക്കി ഇത് പഠിക്കുക, ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി കമ്പയർ ചെയ്യണം, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ എടുത്ത ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് സെഷൻസ് ഓഫ് ദ പാർലമെൻ്റ് ആണ്. സെഷൻസ് ഓർത്ത് വെക്കുമ്പോൾ BMW ഓർത്ത് വെക്കുക, ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ടു മെയ്, മൺസൂൺ ജൂലൈ ടു സെപ്റ്റംബർ, വിൻ്റർ നവംബർ ടു ഡിസംബർ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഏറ്റവും വലുത് ഏതാണ്? ബഡ്ജറ്റ് സെഷനാണ്. പിന്നെ സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് സിറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് അഡ്ജോൺമെൻ്റ് ഉണ്ട്. അഡ്ജോൺമെൻ്റ് എന്ന് പറയുമ്പോൾ അഡ്ജോൺമെൻറ്റ് നിർത്തുകയാണ്, ഈ ടൈം എന്നാണ് നമ്മൾ തിരിച്ച് ഒന്നിച്ച് കൂടുന്നതെന്ന് പറയും, സ്പെസിഫൈഡ് ടൈം പറയും. അഡ്ജോൺമെൻറ്റ് സിനഡയിൽ ഇൻഡെഫിനിറ്റ് പീരീഡ് എപ്പോഴാണ് കൂടുന്നതെന്ന് നമ്മൾ പറയില്ല. അഡ്ജോൺമെൻറ്റ് സിനഡയും ചെയ്യുന്നത് പ്രിസൈഡിങ് ഓഫീസറാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അടുത്തത് പ്രൊറോഗേഷനാണ്. പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ആ സെഷൻ തന്നെ അവസാനിപ്പിക്കാനും ടെർമിനേറ്റ് ചെയ്യാണ്. അത് ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിനാണ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെരി ലൈഫ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹൗസ്, ആ ലോകസഭ ആ ഹൗസ് തന്നെ അവസാനിക്കുകയാണ്. പിന്നെ കോറം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10. ഇത്ര പേരെങ്കിലും വേണം, ഇത്ര പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മീറ്റിംഗ് കൂടാൻ പറ്റുള്ളൂ. അതാണ് കോറം. പിന്നെ ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞാൽ എല്ലാ എവറി പാർലമെൻറ്റ് സിറ്റിങ്ങിലെയും ഫസ്റ്റ് അവറാണ് ക്വസ്റ്റ്യൻ അവറായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ അവറിൽ ക്വസ്റ്റ്യൻസ് 3 ടൈപ്പ് ഉണ്ട്: സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നക്ഷത്ര ചിഹ്നമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനെന്തുണ്ടാവും? ഒരു സ്റ്റാർ മാർക്ക് ഉണ്ടാവും. അതിനൊരു ഓറൽ ആൻസർ വേണം, അപ്പം തന്നെ ആൻസർ കൊടുക്കണം, അപ്പം തന്നെ തിരിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ അതിനെന്ത് മതി? റിട്ടേൺ ആൻസർ മതി. ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 days, അത് നോട്ട് ചെയ്ത് വെക്കുക. അതും ഓറലി തന്നെ ആൻസർ കൊടുക്കണം. 0 hour നമ്മുടെ കണ്ടുപിടുത്തമാണ് 0 hour. അത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ക്വസ്റ്റ്യൻ അവറും അജണ്ട ഓഫ് ദി ഡേ അതിൻ്റെ ഇടയിലാണ്. സാധാരണ 12 1 മണിക്കും ഇടയ്ക്കാണ്. പിന്നെ അതേപോലെ മോഷൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസലാണ് ബൈ ദ മെമ്പർ ഓഫ് ദ ഹൗസ് ഫോർ ഇറ്റ്സ് ഒപ്പീനിയൻ. സബ്സ്റ്റാൻറ്റീവ് മോഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ, സബ്സിഡറി മോഷൻ, അങ്ങനെ 3 മോഷൻ ഉണ്ട്. അതല്ലാണ്ട് ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കണം. അതായത് ഒരു ഗവൺമെൻറ്, പല പാർട്ടികൾ തമ്മിലുള്ള ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിൽ വിശ്വാസം ഇല്ലാണ്ട് വരാം, ഗവൺമെൻറ് മര്യാദയ്ക്ക് ഭരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അവർ നടക്കില്ല എന്ന് തോന്നുമ്പം പ്രതിപക്ഷം എന്ത് ചെയ്യാണ്? ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, നമുക്ക് ഇവരിൽ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ ലോക്സഭ അല്ലെങ്കിൽ ആ മിനിസ്ട്രി തന്നെ താഴെ വീഴും. ആ നോട്ട് കോൺഫിഡൻസ് മോഷൻ. പിന്നെ ജോയിൻറ്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108, ആ 8 ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 108 ജോയിൻറ്റ് സിറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോകസഭ രാജ്യസഭ ഒരു ബില്ല് കൊണ്ടുവരുന്നു, ലോകസഭയിൽ പാസ്സാവുന്നു, രാജ്യസഭയിൽ പാസ്സാവാണ്ട് വരുന്നു. അങ്ങനെ ഒരു ഡെഡ് ലോക്ക് വരുമ്പോഴാണ് ജോയിൻറ്റ് സിറ്റിംഗ്. 2 പേരെ ലോകസഭയിലും രാജ്യസഭയിലെ മെമ്പേഴ്സിനെ ഒരുമിച്ചിരുത്തുന്നു. അതാണ് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. ആബ്സെൻസ് ഓഫ് സ്പീക്കർ ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. ചെയർമാനോ രാജ്യസഭയിലെ ചെയർമാന് ഇതിൽ യാതൊരു റോളും ഇല്ല, സിമ്പിൾ മെജോറിറ്റി മതി. നോട്ട് ചെയ്ത് വെക്കണം. മണി ബില്ല് 109 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മണി ബില്ല് എവിടെയേ കൊണ്ടുവരാൻ പറ്റുള്ളൂ? ലോക്സഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, രാജ്യസഭയിൽ കൊണ്ടുവരാൻ പറ്റില്ല. പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് വേണം. റിജക്റ്റ് ചെയ്യാൻ രാജ്യസഭയ്ക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, 4 സെൻറ്റൻസ് അടിയിൽ കൊടുക്കും. ഇതിൽ മണി ബില്ല് ആയിട്ട് റിലേറ്റ് ചെയ്യാത്തത്, മണി ബില്ല് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതല്ലാത്തത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്ന് ചോദിക്കാം. പിന്നെ ഡെഫിനിഷൻ ഓഫ് മണി ബില്ല് പറഞ്ഞിരിക്കുന്നത് 110 ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്. 112 ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് എന്താ നോക്കണം? ബഡ്ജറ്റ് പാസ്സാവുന്നത് വരെയുള്ള എക്സ്പെൻഡിച്ചർ കാര്യങ്ങൾ നടത്താൻ, ആ ഒരു ടോപ്പിക്കാണ് വോട്ട് ഓൺ അക്കൗണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ലാംഗ്വേജ് 120 ലാംഗ്വേജ് ഓഫ് ദ പാർലമെൻറ്റ് പറയുന്നത്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ്, അല്ലെങ്കിൽ മദർ ടങ്ങിലും സംസാരിക്കും, കുഴപ്പമില്ല. റെസ്ട്രിക്ഷൻ ഓർ ഡിസ്കഷൻ ഇൻ പാർലമെൻറ്റ്, റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അവസാനം ഓർഡിനൻസ് പവർ ആണ് പറഞ്ഞത്. 1, 2, 3 ഓർഡിനൻസ് പവർ, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ ഓർഡറിൽ തന്നെ കാണുക, ബാക്കി ടോപ്പിക്സും എടുക്കുന്നതായിരിക്കും.